ഹായ് നമസ്കാരം, ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് വട്ടും കരളും, ചിക്കൻ്റെ വട്ടും കരളുമാണിത്. ഇത് ഫ്രൈ ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. അങ്ങനെ വട്ടും കരളും നല്ലതുപോലെ കട്ട് ചെയ്ത് ഒരു 5-6 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇത് 1 കിലോ വട്ടും കരളുമാണ് കേട്ടോ. അങ്ങനെ വട്ടും കരളും ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കുക്കറിൽ വേവിക്കാൻ പോവുകയാണ്. എല്ലാം കൂടി ഒന്ന് തിരുമ്മി പിടിപ്പിച്ച് നമുക്കൊന്ന് വേവിക്കാൻ വയ്ക്കാം. ഈ ഫ്രൈക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു 300 ഗ്രാം ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 10-12 അല്ലി വെളുത്തുള്ളിയും 3 വലിയ പച്ചമുളകും 2 കഷ്ണം ഇഞ്ചിയും ആവശ്യത്തിനുള്ള കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. നമ്മുടെ ഹുസനെ ചിക്കൻ്റെ മണം കിട്ടിയിട്ടുണ്ടേ, അതുകൊണ്ട് അവൻ വന്നിരിക്കുക ഇവിടെ. വേറൊരുത്തനും കൂടി അവൻ്റെ വാല് കാണുന്നുണ്ട്. ഒരു സാധനം ഉണ്ടാക്കാൻ വയ്യ, അവൻ കിച്ചൻ്റെ പുറത്ത് സ്റ്റെയറിൽ കയറി ഇരിക്കുക. അങ്ങനെ എടുത്തു വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ട ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നേരത്തെ ഒരു 1/4 ടീസ്പൂൺ ഇട്ട് നമ്മൾ വട്ടും കരളും വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 2 ടീസ്പൂൺ കറി മസാല പൗഡർ. ഞാനിവിടെ വട്ടും കരളും റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. നമുക്കൊരു 5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവയിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നല്ലതുപോലെ വഴന്നു വന്നതിന് ശേഷം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കറി മസാല പൗഡറും ചേർക്കാം. ഏകദേശം പകുതി മൂപ്പായിട്ടുണ്ട് ഉള്ളിയൊക്കെ. നമുക്ക് ഈ എടുത്തു വച്ചിരിക്കുന്ന പൊടികളെല്ലാം ഇടാം. എല്ലാം കൂടി ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇതെല്ലാം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഈ വട്ടും കരളും ഇതിനകത്തേക്കിട്ട് നല്ലതുപോലെ ഇളക്കാം. ഇതെല്ലാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇനി വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒന്ന് വെള്ളം പറ്റാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഈ അടപ്പൊന്ന് തുറന്ന് നമുക്ക് ഒന്ന് ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് ഇതിനകത്തിരുന്ന് ഇങ്ങനെ റെഡിയായി വരണം. വെള്ളം വറ്റി വരുമ്പോഴാണ് ഈ വട്ടും കരളിനും ടേസ്റ്റ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ഉള്ളി ചിക്കൻ വെച്ചില്ലേ, അതുപോലെയാണ് ഇതും. ഉലർന്നു വരുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുന്നത്.
അങ്ങനെ പട്ടും കരളിൻ്റെ വെള്ളമെല്ലാം വറ്റി. ഇപ്പോൾ അതിൻ്റെ നെയ്യും പിന്നെ നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണയുണ്ടല്ലോ അതും എല്ലാം കൂടി നല്ല യോജിച്ച് ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഡ്രൈ ആയി വരുന്തോറുമാണ് ടേസ്റ്റ് കൂടുന്നത്. ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പട്ടും കരളും ഫ്രൈ റെഡി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. ഓക്കെ.